മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്ക ചെറുതല്ല. കേരളത്തിലെ മുല്ലപ്പെരിയാർ എന്തിന് തമിഴ്നാടിനെ ഭയക്കണം? എങ്ങോട്ട് രക്ഷപ്പെടും? വണ്ടി എടുത്തിറങ്ങിയ എല്ലാവരും ഇറങ്ങാല്ലേ? ഡാം പൊട്ടിയോടത്ത കഥകൾ നോക്കണം. എല്ലാ ഡാം ഡിസാസ്റ്ററിലും ആളുകൾ മരിച്ചത് വണ്ടിയിൽ ഇരുന്നിട്ടാണ് അധികം പേരും. കാരണം രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ഇരുന്ന ഇരിപ്പുറക്കിയോ? ഡാം എപ്പോഴാണ് വെള്ളം വരുന്നതെന്നുള്ളൊരു ടെൻഷനിൽ ഇരിക്കുമ്പോൾ ഇരിക്കാനോ നിൽക്കാനോ ഓടാനോ കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ വണ്ടി എടുത്തിറങ്ങും. വണ്ടി എടുത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യാനോ എല്ലാം ബ്ലോക്കാവും. മുല്ലപ്പെരിയാർ ഡാം ഓരോ ദുരന്തത്തിന് ശേഷവും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്ക കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരാറുണ്ട്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതം എത്ര കണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും നമ്മെ ഭയപ്പെടുത്തുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതുമല്ല. കാലവർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും കനക്കും. 1810 അന്നത്തെ മദ്രാസി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടുക്കൽ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം അനേകം പേർ മരിക്കാനിടയായി. പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈഗാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ്. 1837 മദ്രാസി സംസ്ഥാനത്തെ തേനി, മധുര, ദിണ്ടുക്കൽ, രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമം ഉണ്ടായി. ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റൊരു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു. എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റിവരണ്ട് കിടക്കുന്ന വൈഗാ നദിയെ എങ്ങനെ ചാർജ് ചെയ്യുമെന്നതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ്പ. ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദി നിറഞ്ഞ വെള്ളത്തോടെ ഒഴുകുകയാണ്. പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയും ഉണ്ടായി. ആ വെള്ളം എങ്ങനെയെങ്കിലും വൈഗാ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി. തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരിപ്പിള്ളയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. 129 വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. എന്നാൽ വർത്തമാനകാലത്തിൽ ഒരേ സമയം തമിഴ്നാടിന് കുടിവെള്ളവും കേരളത്തിനു മുകളിൽ ജലബോംബുമായി മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെട്ടു. പരമാവധി 60 വർഷം ആയുർദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് 999 വർഷത്തേക്കാണ്. അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് പൊയ്വാക്കല്ല. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിന്റെ വരെ തകർച്ചയ്ക്ക് ഇത് കാരണമായേക്കാം. മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും ചെളിയുമടക്കം 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും. ഏതാണ്ട് 45 മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിലെത്തുമെന്നാണ് പറയുന്നത്. താങ്ങാനാകാത്ത വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകർച്ചയിലേക്ക് പോകാം. ഇടുക്കി തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ 11 അണക്കെട്ടുകൾക്ക് നാശം സംഭവിക്കാം. ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലയിലേക്കാണ് ഒഴുകിയെത്തുക. ഇത് വൻ നാശത്തിന് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിനുമേൽ വൻ ദുരന്തത്തിന്റെ മുഴക്കങ്ങളാണ് മുല്ലപ്പെരിയാർ ഉയർത്തുന്നത്. തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കാനാവാത്ത വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. ലോകത്തിൽ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം. പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യവുമാണ്. എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പ് തമിഴ്നാടിനാണ്. പല കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് എന്തുകൊണ്ടാകുന്നില്ല എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യവുമാണ്.